ഗുഡ് ആഫ്റ്റർനൂൺ. സ്റ്റോക്ക് പ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് രാവിലെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ട് നേരത്തെ പോയതായിരുന്നു. നമ്മുടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പക്ഷേ എൻട്രി ഒന്നും തന്നിട്ടില്ല. ഞാൻ രാവിലെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്രയും ഒരു എന്താ പറയുക, മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻട്രി തരാതെയാണ് പോയത്. ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും അത്രയ്ക്ക് നല്ലൊരു എൻട്രി ഏരിയ ചാൻസസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇതുവരെ ട്രേഡ് എടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഓഫീസിലേക്ക് വന്നിട്ടുള്ളൂ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:37 ആയിട്ടുണ്ട്. നമുക്കൊരു എൻട്രി ചാൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല പോയിന്റ് ഉണ്ട്, 90 പോയിന്റ് അടുത്തുണ്ട് ടാർഗറ്റിലേക്ക്. ഓൾമോസ്റ്റ് 1:10 ഒക്കെ അടുത്ത് ചാൻസ് ഉണ്ട് ട്രേഡ് കിട്ടുകയാണെങ്കിൽ. അതുപോലെ എസ് എൽ അടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഏത് ട്രേഡിനും ടാർഗറ്റ് അടിക്കാനും എസ് എൽ അടിക്കാനുള്ള ചാൻസ് ഒരേപോലെയാണ്. ആ ഒരു മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്നുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ കുറക്കാൻ ഏറ്റവും ട്രേഡർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ അതാണ്. ഒരു ട്രേഡിന് 100% ഇല്ല, 50-50 മാത്രമേ ഉള്ളൂ എല്ലാ ട്രേഡിനും, എത്ര കൊല്ലം പഠിച്ചു കഴിഞ്ഞാലും. ഓക്കെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. ട്രേഡ് വരട്ടെ. സമയം 1:41 ആയിട്ടുണ്ട്. നമ്മുടെ എൻട്രി ഏരിയ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. എൻട്രി ഏരിയ മാർക്കറ്റ് ഇനി കുറച്ചുകൂടെ മുകളിലായിട്ട് നമ്മുടെ ടാർഗറ്റിൻ്റെ ലെവൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. 80 പോയിൻറ്റ്സ് ഒക്കെ ആയിരിക്കും. 1:6 7 ഒക്കെ 7 8 ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് എന്താണ് പ്രീമിയം ആഡ് ചെയ്ത് വെക്കാം. 63 ആണ് പ്രീമിയം ഇപ്പോൾ ഉള്ളത്. ഒരു 61 റേഞ്ചിലൊക്കെ വെക്കാം നമുക്ക്. 61ലേക്കൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ 61ൻ്റെ താഴെ ആയിരിക്കും. അതുകൊണ്ടാണ് 60 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 61 കൊടുത്തത്. കാരണം അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ കൊടുക്കുക, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഏതായാലും അങ്ങോട്ട് വരട്ടെ. വെയിറ്റിങ്ങിലാണ് ട്രേഡ്. ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെയുള്ള ഒരു ക്യാൻഡിൽ കൺഫർമേഷനൊക്കെ നോക്കിയിട്ട് നോക്കാം നമുക്ക്. വെയിറ്റിങ്ങിലാണ് എത്തിയിട്ടില്ല. എൻട്രി ഏരിയ എത്തട്ടെ. നമുക്ക് എഫ് സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ നോക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് ഭയങ്കര ഒരു സ്ലോ പോലെ. മാർക്കറ്റ് സിസ്റ്റം പ്രോബ്ലം ആണോ അറിയില്ല. ഇനി എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഏതാണ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്? നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ചാർട്ടാണോ അതോ ട്രേഡിംഗ് വ്യൂ ആണോ ബെറ്ററായിട്ട് തോന്നിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക വെച്ചാൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഏതാണ് ഫാസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് പറയാം. ഓക്കെ, 23,297 താഴേക്ക് വരട്ടെ മാർക്കറ്റ്, എന്നിട്ട് നോക്കാം നമുക്ക് എൻട്രി. വരുന്നൊന്നുമില്ല. 23,300 ഒരു 10 പോയിൻ്റ് കൂടെ താഴെ വന്നാൽ മതി. 10 പോയിൻ്റ് താഴെ വന്നിട്ട് അവിടെ ക്യാൻഡിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 1:48 ആയിട്ടുണ്ട്. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ആ ഒരു ക്യാൻഡിലിൻ്റെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. വെയിറ്റ് ചെയ്യാം. ക്യാൻഡിലിൻ്റെ ലോ വാല്യൂ എത്രയാണ്? വാച്ച് റെഡിയാക്കി വെക്കാം. നമ്മുടെ പ്രീമിയം ഒക്കെ 55 എത്തിയിട്ടുണ്ട് കേട്ടോ. 60. ഓക്കെ. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഒരു പൊട്ടിക്കും കൂടെ താഴേക്ക് വന്നാൽ 90 10 പൈസേൻ്റെ ഡിഫറൻസിലാണ് പോയത്. അല്ല, വരട്ടെ. 94 ആയിട്ടുണ്ട്. ഒരു 94 ഒരു 10 പൈസ കൂടെ താഴെ വന്നാൽ എൻട്രി കൺസിഡർ ചെയ്യാം. റെഡിയാക്കി വെക്കാം. 57 ആയില്ല, 55 കാണിച്ചിട്ടുണ്ട്. വീണ്ടും 57ലേക്കൊക്കെ വന്ന് പ്രീമിയം. കുഴപ്പമില്ല, നമ്മൾ 60 കൊടുത്ത്. 60ൻ്റെ താഴെ വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. ഒരു പൊട്ടിക്കും കൂടെ താഴെ വന്നാൽ മതി. വളരെ മൈന്യൂട്ട്, 10 പൈസ ഡിഫറൻസ്. വെയിറ്റിംഗ്. ഓൺലൈക്ക് പോയാ എൻട്രി തരൂലേ? ഒന്ന് വേണം. വീണ്ടും 59 എത്തിയില്ലേ? 55 എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോയിലെത്തിയപ്പോൾ അതിന് ലോ എടുക്കണം. നമുക്ക് 55 86 റേഞ്ചിലൊക്കെ ഈസി ആയിട്ട് എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ട്. താഴേക്ക് എൻട്രി ഏരിയയിലേക്ക് വരട്ടെ. 23,293 റേഞ്ചിലൊക്കെ എത്തട്ടെ. 94 വരെ വന്നിട്ടോ. അതേ രസം. എവിടെ താതാ തകർത്ത് പോകണം. ഏതായാലും നോക്കാം. നമുക്ക് ആ ഒരു ഏരിയയിൽ എത്തിയാലേ എൻട്രി എടുക്കുള്ളൂ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് വരികയാണെങ്കിൽ. ഓക്കെ, വരുന്നുണ്ട്. താഴേക്കന്നെ വരുമോ?
പ്രീമിയം 89, കുഴപ്പമില്ല. സ്റ്റിൽ ആ റേഞ്ച് തന്നെ ഉണ്ട് പ്രീമിയം. വരുന്നുണ്ട്. വരുന്നുണ്ട്. അതാ വരുന്നുണ്ട്. 98 ആയിട്ടുണ്ട്. ഇവിടെ അതാ 98, 99, ഒരു കുറച്ചും കൂടെ താഴേക്ക് ക്യാൻഡലിൻ്റെ ലോ എത്തുമ്പോൾ നമുക്ക് എടുക്കാം. റെഡിയാക്കി വെക്കാം. പേഷ്യൻസ് വേണമല്ലേ അതിന്. നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ യൂസ്ഫുൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ. എല്ലാവരും ഏത് ട്രേഡിങ്ങും ഏത് സിസ്റ്റം ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരു ഏരിയയിലെത്തുമ്പോൾ ട്രേഡ് ചെയ്യുക, ഒരു ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ട്രേഡ് ചെയ്യുക എന്നൊക്കെ ഒരു പ്ലാൻ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി അവരുടെ എന്താ പറയുക ഈസി ആയിട്ട് പിന്നെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി സുഖമായിരിക്കും. കാരണം വാരി വലിച്ച് ട്രേഡ് ചെയ്യില്ല. അത് എന്താ വെച്ചാൽ ഒരു ലോസോ പ്രോഫിറ്റോ അടിക്കുമ്പോഴാണ് പിന്നെയും കയറുന്നത് കാണുമ്പോൾ ചാടി കയറാൻ, ഇറങ്ങുന്നത് കാണുമ്പോൾ ചാടി ഒക്കെ നമുക്ക് തോന്നുക. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഡിസിപ്ലിൻഡ് ആകുമ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെയാണ് ഒരു അഭിപ്രായം. അവിടെ എൻട്രി തരുന്നില്ലല്ലേ, മുകളിലേക്ക് തന്നെ പോകാൻ തോന്നുന്നില്ല. ഏതായാലും വരട്ടെ, ചാൻസ് വരുവാണെങ്കിൽ ഞാൻ പറയണ്ടേ. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ പറയുക, ഗോൾഡിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു സെൽ എൻട്രി ഉണ്ട്. നമുക്കൊരു സെല്ല് ചെയ്യാം 4 ലോട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. അത് ഒന്നുമില്ല, അതിൽ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നും ടാപ്പ് ചെയ്തിട്ടല്ല, ഒരു 1 മിനിറ്റിൻ്റെ ജസ്റ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡ് എടുത്തത്. അതായത് ഗോൾഡ് ഭയങ്കര ബുള്ളിഷായിട്ട് പോകില്ല, അപ്പോൾ ചെറിയ റിവേഴ്സൽ വരും. 33,300 മുകളിലേക്ക് കുറേ പോയതാണ് മാർക്കറ്റ്. അപ്പോൾ ഒരു 1 മിനിറ്റിൽ ഒരു ഐഡിയക്സ് കിട്ടിയ സമയത്ത്, ലിക്വിഡിറ്റി ഏരിയ കിട്ടിയ സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്തോളൂ. നമുക്ക് ടാർഗറ്റ് ലെവൽ തൊട്ട് താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കൊടുക്കാം. ഈ ഒരു ഏരിയ കൊടുക്കാം. അത്യാവശ്യം പോയിന്റ് ഉണ്ട്, 26 പോയിന്റ്സ് ഉണ്ട്. 1:5 എബോവ് ഉണ്ട് ട്രേഡ്. ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 1:5 എബോവ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 5 പോയിന്റ്സ് റേഞ്ചിലാണ്. നിഫ്റ്റി അതാ പറന്ന് മുകളിലേക്ക് പോകണം. 67 ആയി. അപ്പോൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ എൻട്രി തന്നെ കുറേ താഴത്തെ വരണം. അതിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാം 33.18 എന്നുള്ള റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ടാർജറ്റും കൊടുക്കാം. ടാർജറ്റ് എവിടെയായിരുന്നു വെച്ചിരുന്നത്? ടാർജറ്റ് 32.8680. 32.8680 കൊടുക്കാം. 1:5 ഉണ്ട്. 32.8680. ഓക്കെ, നമ്മുടെ പ്രോഫിറ്റ് വരാണെങ്കിൽ 9,500 റേഞ്ചിൽ വരും. 9,400. SL ആണ് 2,000 റേഞ്ചിൽ വരും. നിഫ്റ്റി പോണ പോക്കേ എന്താണിത്? എൻ്റെ പൊന്നോ, നമ്മുടെ എൻട്രി മിസ്സായത് ആലോചിച്ച് നോക്കും. ഒരു 10 പൈസൻ്റെ ഡിഫറൻസിനാണ് പോയത്. 10 പൈസ, 1 രൂപ പോലും അല്ല, ഒന്നും കൂടല്ല, ഒന്നുമല്ല, 0.1 പോയത്. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു നിഫ്റ്റി. നോക്കി നിൽക്കാം. അപ്പോൾ തന്നെ ആയിട്ടുണ്ടാവും അത്യാവശ്യം പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തന്നെ ടാർജറ്റ് ബുക്ക് ചെയ്യാനുള്ള പൈസ ആയിട്ടുണ്ടാവും. ഗോൾഡ് SL അടിക്കുമോ? മൊത്തം SL ആയിരിക്കും. ഗോൾഡ് എൻട്രി കിട്ടൂലേ? സോറി, ഗോൾഡ് SL അടിക്കുമോ എന്നറിയില്ല. എന്നപ്പോൾ ആദ്യത്തെ വരെ നിഫ്റ്റിയിൽ നോക്കി ഇന്ന് ഫസ്റ്റ് ഗോൾഡിലാണ് നമുക്കൊരു ട്രേഡ് കിട്ടിയത്. നിഫ്റ്റിയിലാണ് ട്രേഡ് ജസ്റ്റ് പൊട്ടിക്ക് പോവുകയും ചെയ്ത്. പ്രീമിയം കണ്ടോ 77 ആയി. നമ്മളിപ്പോൾ 55-66 റേഞ്ചിലാണ് എൻട്രി എടുത്തെങ്കിൽ 66 20 പോയിന്റ്സ് ഇപ്പോൾ ഓൾറെഡി മൂവ് ചെയ്ത് അവിടെ നിന്ന്. ഇനിയുണ്ട് ടാർജറ്റിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. ടാർജറ്റ് എത്തുകയാണെങ്കിൽ അതിനും തോന്നെ പോയിന്റ് ഉണ്ടാവും. 1:5 ഒക്കെ എനിക്ക് തോന്നുന്നു. ആ ഒരു സിംഗ് ഹൈ എടുക്കുമ്പോൾ തന്നെ 1:5 എബോവ് ഉണ്ടാവും തോന്നുന്നുണ്ട്. എന്താണ് ചെയ്യാം? ഗോൾഡ് ആ റേഞ്ചിൽ തന്നെയാണ്, താഴേക്ക് വരുന്നുണ്ട്. ഗോൾഡിൽ നമുക്ക് 550 റുപ്പീസൊക്കെ പ്രോഫിറ്റിലാണ് ഇപ്പം. എൺപത്തെട്ടതാ 89. എൻ്റെ അമ്മോ, അതാ പോണ പോക്ക് കണ്ട. അതായത് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 30 പോയിന്റ് കഴിഞ്ഞു. ഞാൻ വല്ല സിംഗായി എത്തുന്നതിന് മുമ്പ് ആവുന്നു. മിക്കവാറും ഇപ്പം തന്നെ ടാർജറ്റ് അടിക്കും ഡയറക്റ്റ് പോയിട്ട്.
അതാ 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 ടാർഗറ്റിലേക്ക് അതാ പോണ. ഓഫ്, എൻ്റെ പൊന്നു. എല്ലാം തവിഴ് പൊടിയായി. തമാർ പടാർ. അതാ അതാ ടാർജറ്റ് അടിച്ച് മക്കളെ, ടാർജറ്റ് അടിച്ച് 110. എൻ്റെ പൊന്നോ, 60 പോയിന്റില്ലേ. ഇനിയിപ്പോൾ അവിടെ ക്യാൻസൽ ചെയ്യാം. 60 പോയിന്റ്സ് ഒക്കെ പോയി തോന്നുന്നുണ്ട്. അത് കിട്ടൂല. കഴിഞ്ഞ് ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ആ നമ്മുടെ ഇത് വരുന്നുണ്ടല്ലോ, ഗോൾഡ് വരുന്നുണ്ട്. നിഫ്റ്റി എൻട്രി കിട്ടിയില്ലെങ്കിൽ എന്താ, ഗോൾഡിൽ കിട്ടിയല്ലോ. ഗോൾഡ് 3700 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. വരട്ടെ 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 വരട്ടെ. 4000 ആയിട്ടുണ്ട്. ഏതായാലും നോക്കാം. ഗോൾഡിൽ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ ഒരു ഇന്നത്തെ ഇതായി ഉണ്ടാവും. ഇപ്പം നിഫ്റ്റി എൻട്രി മിസ്സാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഗോൾഡ് കിട്ടിയാൽ മതിയല്ലോ, നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഇപ്പോൾ 2 കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല. ഓൾമോസ്റ്റ് 6000 ആയിട്ടുണ്ട് ഗോൾഡിൽ. 6000. ടാർജറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലേ. കുറച്ചും കൂടെ സഞ്ചരിച്ചാൽ മതി. ഒരു 10 പോയിന്റ് കൂടെ എന്നാൽ ടാർജറ്റ് എന്താ പറയുക, ഗോൾഡിൽ ടാർജറ്റ് അടിച്ചോളും. ഇത്രയൊക്കെ പോയ സ്ഥിതിക്ക് നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടല്ലേ. 6500. 1:3 എബോവ് ആണ്. 1:400 അടുത്തൊക്കെ ആയിട്ടുണ്ട്. 6500. 7000 ആയിട്ടുണ്ട് ഗോൾഡ്. 7000 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 7500, 8000 ആവണതാ. 8000 ആവണതാ. അതാ ടാർജറ്റിലേക്ക് വരുന്നു. ഓക്കെ, 8000, 8500, 8600. പഠിക്കും. അത് അടിച്ചോളും, അത് ഓട്ടോമാറ്റിക്കലി അടിച്ചോളും. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ച് കയറണ്ട. ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് SL കോസ്റ്റ് പ്രൈസിനെക്കാൾ കുറച്ചൊന്നും താഴെ വെച്ച് കൊടുക്കണ്ട. ഏതായാലും ഇത്രയും പോയി ഇതല്ലേ. ഇനി തിരിച്ച് കയറിയിട്ടുണ്ട്. കാരണം ഇതൊരു OP ഏരിയയാണ്. ഇനി അവിടെ നിന്ന് റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ അതും പണി കിട്ടും. അപ്പം നമുക്ക് ഇനി SL ഏതായാലും കൊടുക്കൂല. ഇനി ട്രെയിലിങ്ങേ ചെയ്യുള്ളൂ. താഴെ എത്തിക്കഴിഞ്ഞാലും ടാർജറ്റ് എത്തിക്കഴിഞ്ഞാലും ബുക്ക് ചെയ്യാതെ ട്രെയിൽ ചെയ്യുള്ളൂ. കാരണം നല്ലൊരു ബുള്ളിഷായിരുന്നു ഗോൾഡ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്ത് വീണ്ടും ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ നോക്കാം. സ്റ്റിൽ ബുള്ളിഷ് ട്രേഡിൽ തന്നെയാണ് നമ്മൾ ബാരിഷ് എടുത്തിട്ടത്. മാർക്കറ്റ് ഗോൾഡ് നല്ല ബുള്ളിഷാണ്. പക്ഷേ നമുക്ക് ബുള്ളിഷ് എടുക്കണമെങ്കിൽ താഴെയുള്ള ഏതോ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താലേ നമ്മൾ അപ്സൈഡിലേക്ക് പോകുള്ളൂ. ടാർജറ്റും വേണം അത്യാവശ്യം. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്താൽ മുകളിലേക്ക് നോക്കാം ട്രേഡ്. പക്ഷേ നമ്മൾ ഈ ഒരു ട്രേഡിൽ ടാർജറ്റ് ബുക്ക് ചെയ്യണതിന് പകരം കുറച്ച് ഒന്ന് ട്രെയിൽ ചെയ്യുക, അതായിരിക്കും നന്നാവുക. ഇനി ഏതായാലും കോസ്റ്റ് പ്രൈസിലേക്ക് SL വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സമയം 2:10. നമ്മുടെ ആ ഒരു ഗോൾഡ് ട്രേഡ് ടാർജറ്റ് അടിച്ചില്ല കേട്ടോ. തൊട്ടടുത്ത് ടാർജറ്റിൻ്റെ അടുത്ത് തിരിച്ച് കുറച്ച് കയറി. അതുപോലെ നിഫ്റ്റിയിൽ ഇപ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി ഉണ്ട്. അതായത് ഇന്ന് നമ്മളെ ടാർജറ്റ് വെച്ച ഒരു ഏരിയ ഉണ്ടല്ലോ, ഡൗൺ സൈഡിൽ നിന്ന് ട്രേഡ് ചെയ്ത് ടാർജറ്റ് വെച്ച ഒരു ഏരിയ, അത് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡൗൺ സൈഡ് ട്രേഡിന് നോക്കാം നമുക്ക്. അപ്പ് സൈഡ് നമുക്ക് മിസ്സായി. ഇനി ഇത് ഡൗൺ സൈഡാണ്. സമയം 2:10 നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ഇത് കിട്ടുകയാണെങ്കിൽ ഇതായിരിക്കും ഫസ്റ്റ് ട്രേഡ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഒരു പുട്ട് ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്യുന്നത്. 23,400 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഒരു ഏരിയ വരട്ടെ. ഓക്കെ, നമുക്ക് ട്രേഡ് എടുക്കാം. ബൈ കൊടുക്കാം. 91.75 നമ്മുടെ എൻട്രി. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി അത്യാവശ്യം അതും ടാർജറ്റിലേക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി അത് നേരത്തെ പോയ പോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി അല്ലേ. നേരത്തെ ഭയങ്കര 1:10 ഒക്കെ പോയ സാധനം നമ്മൾ നേരത്തെ മിസ്സായ ട്രേഡ് എന്ന് പറഞ്ഞാൽ. നോക്കാം, ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ SL അടിച്ചിട്ടുണ്ട് കേട്ടോ ട്രേഡിൽ. ട്രേഡ് എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ടൈമൊന്നും അധികം എടുത്തിട്ടില്ല. 1 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 3000 രൂപ നമുക്ക് ലോസാണ്. സമയം 2:12 ആയി. ഇനിയിപ്പോൾ ഇന്നൊരു ചാൻസ് കിട്ടുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഒരുപാട് താഴെ വരണം, അല്ലെങ്കിൽ മുകളിൽ പോകണം.
അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കൂടി വേണമെങ്കിൽ ഒരു ട്രേഡ് അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്താ പറയുക 53,000 മുകളിലൊക്കെ എടുത്തതല്ലേ, അപ്പോൾ ഒരു ചെറിയ റിവേഴ്സൽ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നോക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇന്നത് ലാസ്റ്റ് ട്രേഡ് ആയിക്കോട്ടെ, എന്തും ചെയ്യാം. ഗോൾഡ് ഇപ്പോഴും ആ ഒരു ഏരിയ തന്നെ കേട്ടോ, ഗോൾഡ് ടാർഗറ്റിലേക്ക് പോയില്ല, ഗോൾഡിൽ ഇപ്പോഴും അതിൽ തന്നെയാണ്. ഇതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 2.52 ആയിട്ട് നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം. പിന്നെ ഓക്കെ 53 കുറേ നേരത്തെ വന്നിട്ടുണ്ട് ഇൻഡ്യൂസ്മെൻ്റൊക്കെ, പക്ഷേ കുറേ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ 2.50 കിട്ടി, എൻട്രി എടുക്കാം. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് 53 വരുന്നുണ്ട്. രസം അതല്ല, നമ്മൾ നേരത്തെ നോക്കിയ സമയത്ത് പ്രീമിയൊക്കെ 560 സംതിങ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ഒരു റേഞ്ചിൻ്റെ അതേ റേഞ്ചിൽ തന്നെ ആയിട്ട് ഇപ്പോൾ 570 സംതിങ്ങിലൊക്കെയാണ് ഉള്ളത്. 10 പോയിന്റ് കൂടിയിട്ടാണ്. എന്താ ആർക്കറിയാം, പ്രീമിയം നേരത്തെ ഉള്ള സമയത്തിനേക്കാളും ഇപ്പം കൂടുതലാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകണം. ഞാൻ വെച്ചാൽ പുട്ട് ഓപ്ഷൻ തന്നെ അല്ലേ അടുത്തുനിന്ന് നോക്കി നോക്കി ഒന്നുകൂടെ, കാരണം പ്രീമിയം എന്താ സംഭവിക്കുന്നത് അറിയില്ല. ശോകമാണ് മാർക്കറ്റിൽ മൊത്തത്തിൽ എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് കാണിച്ചത്. ഇതിപ്പം ഈ എൻട്രി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ നമ്മൾ നേരത്തെ എടുത്ത അതേ സെറ്റപ്പ് തന്നെയാണ്. അതായത് നിഫ്റ്റി ഒരു ഇന്ന് ബാങ്ക് നിഫ്റ്റി 53 മുകളിലേക്ക് പോയതല്ലേ, ചെറിയൊരു റിവേഴ്സൽ പ്രതീക്ഷിച്ചിട്ട് ഒരു 1 മിനിറ്റ് എൻട്രി ഏരിയ എടുത്തെന്നുള്ളൂ. അത് പ്രോപ്പർ നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയാൻ പറ്റൂല ശരിക്കും. നിഫ്റ്റിയിൽ നമ്മൾ പ്രോപ്പർ സെറ്റപ്പ് ആയിരുന്നു, അത് SL അടിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴും എൻട്രി 1 മിനിറ്റിലൊരു എൻട്രി ഏരിയ എന്ന് എടുത്തതാണെന്നുള്ളൂ. ലാസ്റ്റ് ലിക്വിഡിറ്റി ഏരിയ എന്ന് ട്രേഡ് എടുത്തു. നോക്കാം നമുക്ക്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ടാർഗറ്റ്. ഇനി 11 സമയം ഉണ്ടായിരുന്നു, 3 മണി ആവാനായി, 2:55 3:10 വരെ നമുക്ക് നോക്കാം. അതിൻ്റെ 3:10 ശേഷമൊക്കെ 3:15 ഉള്ളിൽ എടുത്തില്ലെങ്കിൽ ഓട്ടോ സ്കോർ ഓഫ് ആവും. അതിന് മുമ്പായിട്ട് 3:10 മാക്സിമം, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിക്കാൻ നോക്കാം നമുക്ക്. ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിടാം. ഇനി അതല്ല SL ആണ് അതിൻ്റെ മുമ്പ് തന്നെ അടിക്കാൻ ചാൻസ് ഉണ്ടാവും. കാരണം SLന് അധികം സമയം വേണ്ടല്ലോ, ടാർഗറ്റിനാണല്ലോ വലിയ സമയം വേണ്ടത്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 3:10 ആയിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഓൾമോസ്റ്റ് 2000 ഒക്കെ പ്രോഫിറ്റ് ആയില്ല. നമുക്ക് ലോസിൻ്റെ അടുത്ത് വരെ വന്നതാണ് ട്രേഡ്, തിരിച്ചിങ്ങോട്ടനെ വന്നതാണത്. എന്നാൽ ആ ഒരു ഡേ ഹൈ വീണ്ടും എടുത്തിട്ട് 5 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ഡൗൺ സൈഡ് വീണ്ടും ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയി. അതായത് 53,050 റേഞ്ചിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഇനിയും മുകളിലേക്ക് ട്രേഡ് നോക്കാൻ പറ്റിയ ഏരിയയാണ്. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ടാർഗറ്റിനൊന്നും സമയമില്ല, നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാരണം 2,500 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. 3:10 ആയിട്ടുണ്ട്. ഇനി അധികം കാത്ത് നിൽക്കണ്ട. അത് 53,050 വന്ന് കിട്ടിയാൽ അടിപൊളിയായി ചെയ്തു. ഒരു 3,000 മുകളിലൊക്കെ ഈസി ആയിട്ടുണ്ടാവും. വേണ്ട, ബുക്ക് ചെയ്യാം, റിസ്ക് എടുക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അതിന് സമയം ഉണ്ടാവില്ല. പ്രോഫിറ്റ് മീൻസ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് 3:10. ഇനിയിപ്പോൾ നമുക്ക് ഓവറോൾ ഇന്നിപ്പോൾ 1,300 ലോസ്. അത് രണ്ടാമത്തെ ട്രേഡിൽ ചെറിയ പോയിൻ്റ്, ഒരു 10-12 പോയിൻ്റ് കിട്ടിയിട്ടുള്ളൂ. ഓവറോൾ നമ്മൾ 1,300 ലോസാണ്. ഇന്നത്തെ നമുക്കൊരു ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണ് നിഫ്റ്റിയിൽ ഒരു എൻട്രി മിസ്സായത്. നല്ലൊരു എൻട്രി ആയിരുന്നു. അത് നമുക്ക് കോസ്റ്റ് 1:5 ആയാൽ പോലും കോസ്റ്റ് പ്രൈസ് വെച്ചാൽ പോലും പറന്ന് ടാർഗറ്റ് 50-60 പോയിന്റ് കിട്ടിയിട്ടാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാനും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ട്രേഡൊന്നും നമുക്ക് കിട്ടൂലല്ലോ, അങ്ങനെ പ്രശ്നമുണ്ട്. ഏതായാലും ഇനി നാളെ നോക്കാം. താങ്ക് യു. ഗോൾഡ് ഇതുവരെ ടാർഗറ്റ് SL അടിച്ചില്ല കേട്ടോ, നോക്കാം. ഇനി നാളെ നോക്കാം. താങ്ക് യു.